മോർണിംഗ്. എണീക്കണ്ടേ? നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അമ്മയും മോളും മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ലേ? പപ്പയ്ക്ക് ഡ്യൂട്ടിയാണ്. എവിടെയും ഇവിടെ ഇല്ല. അവൻ വൈകിട്ടത്തേക്കേ വരുള്ളൂ. പ്രത്യേകിച്ച് നമുക്കൊന്നും കാര്യങ്ങൾ ചെയ്യാനില്ല. ഇന്ന് ഒരു ഓഫ് ഡേ ആണ്, വീക്കെൻഡ് ഡേ ആണ്, കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ഡേ ആണ്. നമുക്ക് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. ഇങ്ങനെ മോനെ മിസ് ചെയ്യുന്നുണ്ട്. അവൻ വൈകിട്ടത്തേക്ക് തിരിച്ചു വരും. അവൻ ഇല്ലാത്തതിൻ്റെ ആ ഒരു ഇത് ശരിക്കും ഉണ്ട് ഈ വീട്ടിൽ. എനിവേ, അവൻ വൈകിട്ടത്തേക്ക് തിരിച്ചു വരും. അവന് വീക്കെൻഡായിട്ട് കളിക്കാനായിട്ട് പോയതാണ്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല, നമ്മൾ കടയിൽ നിന്ന് ഫ്രോസൺ മേടിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബോൺമുത്തി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇവിടെയും അവൈലബിൾ ആയിരിക്കും, പക്ഷെ നമ്മൾ വാങ്ങിയിട്ടില്ല ഇതുവരെയായിട്ടും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു സാധാരണ നമ്മൾ ഇടിയപ്പമൊക്കെ. ചൂടാക്കിയിട്ട് നോക്കാം കേട്ടോ ഇതെങ്ങനെ ഉണ്ടെന്ന്. കുഴപ്പമില്ല കേട്ടോ, വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് പോകണം കേട്ടോ. അതിനുള്ള വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. കണ്ടോ, കളർഫുള്ളാണ്. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഇത് സ്പ്രിംഗ് ഓണിയൻ. ചോറ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചു കേട്ടോ. നമ്മളിനി ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ മുട്ട നമ്മൾ ചിക്കി എടുക്കണം. എണ്ണയ്ക്കകത്ത് മുട്ട ചിക്കി എടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ 1 by 1 ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം മുട്ട ഫസ്റ്റ്. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. നമ്മൾ മുട്ട ചിക്കി എടുക്കുവാണ് കേട്ടോ ഫസ്റ്റ്. 3 മുട്ട എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം എണ്ണയിലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ വഴറ്റാനായിട്ട് പോവാണ്. സാധനം നമ്മൾ ഇടുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ടു. നമ്മളിപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് സോട്ട് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ, അതായത് ആ മേളിലത്തെ പോർഷൻ മാത്രം മാറ്റി വെക്കണം. നമ്മൾ ലാസ്റ്റിൽ ആഡ് ചെയ്യുള്ളൂ. അതിൻ്റെ സ്റ്റെം ഉണ്ടല്ലോ, അതായത് വൈറ്റ് പോർഷൻ, അത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 മിനിറ്റോളം നമ്മൾ വെജിറ്റബിൾ സോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന എഗ്ഗും ചിക്കനും ആഡ് ചെയ്യുവാണ്. ചിക്കൻ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് സോയാ സോസും കുറച്ച് ചില്ലി സോസും ആണ് കേട്ടോ. സോയാ സോസ് ഒഴിക്കുകയാണ്. നമ്മുടെ റൈസ് കണ്ടോ, നമ്മൾ റെഡി ആയിട്ടിരിപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യാം. മിക്സ്ഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ. ചിക്കൻ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, കുറച്ച് സോയാ സോസ്, കോൺഫ്ലവർ, കുരുമുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഓൾറെഡി ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പാനടുപ്പ് വെച്ചു. നമ്മളിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണേ. നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഞാൻ സെയിം എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള വെജീസ് സോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഓൾറെഡി നമ്മളിങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന്. എനിക്കിതിൻ്റെ ഒന്നും എമൗണ്ട് എത്ര ക്വാണ്ടിറ്റി പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഞാനെല്ലാം ഒരു മനക്കണക്കിലാണ് എടുക്കുന്നത്. മസാലകളാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ക്വാണ്ടിറ്റി നോക്കി ഞാൻ ചെയ്യാറില്ല. എത്രയാണോ ചിക്കൻ ഉള്ളത് അതിനനുസരിച്ച് ഞാൻ തന്നെ ഒരു മനക്കണക്കിൽ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സെയിം എണ്ണയിലേക്ക് നമ്മൾ ബാക്കിയുള്ള വെജീസ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി 2 പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒണിയനും ക്യാപ്സിക്കമാണ് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ കട്ട് ചെയ്തേക്കുന്നത് കണ്ടില്ല, ക്യൂബ്സ് ആയിട്ടാണ് ഒണിയൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഇതളുകളാക്കി എടുക്കണം ആ ഓണിയൻസിനെ.
അതായത് ക്യൂബായി കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി എടുക്കണം. പിന്നെ നമ്മൾ അത്യാവശ്യം വലിയ വലിപ്പത്തിൽ തന്നെ നമ്മുടെ ക്യാപ്സിക്കം. നമ്മൾ ഈ വെജീസിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാമേ. നമ്മുടെ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചെറിയ എമൗണ്ടിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി കോൺഫ്ലോർ 1 ഗ്ലാസ് വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ലുക്കാണിത്. ഇതിന് നമ്മൾ കുറച്ച് തിക്കായിട്ട് വരും. നമുക്ക് വേണ്ട അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം നമുക്ക് ആദ്യം ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്കായിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം. അതിന് മുന്നേ കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്യണം. കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലീനിങ് ആണ് കേട്ടോ ഏറ്റവും വലിയ പണി. എനിക്കാണെങ്കിൽ ഫുൾ കുക്കിങ്ങിന് ശേഷം മൊത്തം വൃത്തിയാക്കി, കിച്ചൺ ഫുള്ള് വൃത്തിയാക്കി, എല്ലാം പഴയ സാധനത്തെടുത്ത് വെച്ച് പാത്രങ്ങളെല്ലാം കഴുകി ഒരു സാധനത്ത് ഒതുക്കി കഴിഞ്ഞാലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനസ്സമാധാനമായിട്ട് പോയിരുന്ന് കഴിക്കാൻ എനിക്ക് പറ്റാറില്ല. അതുകൊണ്ട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഞാനും മോളും കഴിക്കാൻ പോവാണ്. കൊള്ളാവോ? ഇഷ്ടമായോ? ഞങ്ങളുടെ എവിലും തിരിച്ചു വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ഞങ്ങൾ എന്താ പുറത്ത് ഫുട്ബോൾ കളിക്കാൻ പോയി ഗ്രൗണ്ടിൽ. പിന്നെ എന്നിട്ട് വീട്ടിലേക്ക് ഇന്നലെ ആണെങ്കിൽ എന്താ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് എന്താ മന്തിയായിരുന്നു. ആണോ? കഴിച്ചോ നന്നായിട്ട്? ഇവലും കുട്ട സ്വന്തമായിട്ട് ടോസ്റ്റ് ഉണ്ടാക്കുക. ഈവനിങ് ആയി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ റൂമാണിത്. അവരുടെ ബെഡൊക്കെ ഒന്ന് മാറ്റി വിരിച്ചെല്ലാം ഒന്ന് നീറ്റാക്കി. എവിലിനെ ശരിക്കും പേടിയാവൂടാ. അമലിയ അവിടെ ഹോംവർക്ക് ചെയ്യുവാണ്. എവനെക്കുട്ടിന് ഹോംവർക്ക് ഇല്ല അല്ലേ? ഓക്കെ, അതുകൊണ്ട് അവനിന്ന് ഹോംവർക്ക് ഇല്ല. അമലിയ ഹോംവർക്ക് ചെയ്യുന്നു. വെനസ്ഡേ ഏതാ ഉള്ളേ? അമലിയ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ? കാണിച്ചേ, ബുക്ക് കാണിച്ചേ. ബോസ് എൻ്റെ കുട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നൈറ്റ് 8:30 ഒക്കെ ആയി. നമ്മുടെ അവിടെ ഇരുട്ടിയിട്ടില്ല. 8:30 ഒക്കെ ആകുമ്പോഴും ഇത്രയും വെട്ടമുണ്ട് നമുക്ക് ഔട്ട് സൈഡ്. ഒരു 10 മണിയൊക്കെ ആവും നല്ലൊരു ഇരുട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ. നമ്മൾ പണ്ട് സ്കെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കീർത്തില്ലായിരുന്നു പേപ്പർ. ഇപ്പൊ കറക്റ്റായിട്ട് കിട്ടിയാനെ. ഇതാരൊക്കെയായിരിക്കുന്നേ? അപ്പ, ഞാൻ, അമ്മ,
ഇവിടെ നാട്ടിൽ പോയപ്പോൾ എടുത്തൊരു പിക്ചറാട്ടോ ഇത് നമ്മൾ തെമൂല് കൊടുത്ത് ചെയ്യിപ്പിച്ച കേട്ടോ. തെമൂല് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫോട്ടോ കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ ആക്കി അവർ തരും. അങ്ങനെ ചെയ്യിപ്പിച്ചൊരു ഫോട്ടോ കേട്ടോ ഇത്. ഫേസ് വേറെ ആണെങ്കിലും ഡ്രസ്സെല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൊണ്ട് കെട്ടിയതിന് കൊടുക്കാം. ഇന്നത്തെ സ്പെഷ്യല് എങ്ങനെയുണ്ട്? വെൽക്കം ടു വെയിൽസിലെ മറ്റൊരു വ്ളോഗുമായി തിരിച്ചു വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.